ഇന്നൊരു ഞായറാഴ്ചയാണ്. ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിലുള്ള ഒരു ചെറിയ ഗ്രാമമായ മറ്റക്കാനയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കോഫിയും വാങ്ങി യാത്ര തുടങ്ങി. മോട്ടോർവേയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ തിരക്ക് പിടിച്ച ആഴ്ചയിൽ നിന്നും വർക്കിൻ്റെ സ്ട്രെസ്സിൽ നിന്നും ഒരു പെർഫെക്റ്റ് എസ്കേപ്പാണ് ഈ യാത്ര. പോകും വഴിയെ ന്യൂസിലൻഡിൻ്റെ ഐക്കോണിക് ബിൽഡിംഗായ സ്കൈ ടവർ കാണാം. ഓക്ലൻഡ് സിറ്റിയിലാണ് സ്കൈ ടവർ സ്ഥിതി ചെയ്യുന്നത്. 2 ടണൽ കടന്നാണ് നമുക്ക് മറ്റക്കാനിലേക്ക് പോകേണ്ടത്. ഓക്ലൻഡിലെ മറ്റൊരു അട്രാക്ഷനായ ഹാർബർ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകുന്നത്. കുന്നുകൾക്കും പച്ചപ്പിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ഓക്ലൻഡ് നഗരത്തിൽ നിന്നും 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഓക്ലൻഡിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് യാത്ര. മോട്ടോർവേക്ക് വേണ്ടി നടുവെ കേക്ക് മുറിച്ചതുപോലെ കുന്നുകളെ വെട്ടിമുറിച്ചു വച്ചിരിക്കുന്നു. മറ്റക്കാന വില്ലേജിനടുത്തെത്തിയപ്പോൾ പ്രകൃതി ദൃശ്യങ്ങൾ ക്രമേണ കൃഷിയിടങ്ങളിലേക്കും മുന്തിരിത്തോപ്പുകളിലേക്കും മാറി. അനേകം വൈൻയാർഡുകളുണ്ട് ഇവിടെ. പ്രദേശവാസികളായ റിച്ചാർഡിൻ്റെയും ക്രിസ്റ്റീൻ്റെയും വിഷനായിരുന്നു ഒരു ഡെസ്റ്റിനേഷൻ വില്ലേജ് ഡെവലപ്പ് ചെയ്യുക എന്നത്. 2002 പഴയ മറ്റക്കാന തടിമില്ല് വാങ്ങി ഈ സ്ഥലത്തെ ഭംഗിയുള്ളൊരു വില്ലേജ് സെൻ്ററാക്കി മാറ്റി. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി നിൽക്കാനും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം ആസ്വദിക്കാനുമുള്ള ഒരിടം. അങ്ങനെ പാർക്കിങ്ങിലെത്തി. നിർഭാഗ്യവശാൽ ഞായറാഴ്ച ആയതുകൊണ്ട് ഫാർമേഴ്സ് മാർക്കറ്റ് അവധിയാണ്. ശനിയാഴ്ച ഈ വില്ലേജ് ഒരു ഉത്സവ ലഹരിയിലാണ്. നിറയെ ഫാർമേഴ്സിൻ്റെ ഷോപ്പുകളും നാട്ടുകാരെയും ടൂറിസ്റ്റുകളെയും കൊണ്ട് നിറയും. അത് മിസ്സായതിൻ്റെ ഒരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും ഗ്രാമം നടന്നു കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. കഫേയുടെ ഈ ഗാർഡനിലൂടെ നമ്മൾ മാർക്കറ്റിലേക്ക് നടന്നു. പോകും വഴി ഭംഗിയായി ഡിസൈൻ ചെയ്ത സൈൻ ബോർഡുകളും നല്ല പച്ചപ്പും ചെറിയ അരുവിയും കാണാം. പാലത്തിൻ്റെ അടിയിലൂടെ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ കാണുന്നത് ഇതാണ്. മനോഹരമായി അലങ്കരിച്ച ഒരു റെസ്റ്റോറൻറ്റ്. അതിനടുത്തുള്ള ചെറിയ പാർക്കിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു. വെള്ളത്തിൽ നീന്തി നടക്കുന്ന താറാവുകളും വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദവും എല്ലാം ചേർന്ന് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. ഈ പുഴയിൽ വലിയ കില്ലർ ഈൽസ് ഉണ്ട്. 2 തരത്തിലുള്ള ഈൽസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്, ലോങ് ഫിൻ ആൻഡ് ഷോർട്ട് ഫിൻ. ന്യൂസിലൻഡിലെ ഫ്രഷ് വാട്ടർ ഈൽസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഈൽസ്. ചില പെൺ ഈലുകൾ 2 മീറ്റർ നീളത്തിലും 40 കിലോഗ്രാം വരെ വെയിറ്റ് വെക്കാറുണ്ട്. ബ്രീഡിങ്ങിൻ്റെ സമയമാകുമ്പോൾ ഇവർ കടലിലേക്ക് പോകും. 5-6 മാസത്തോളം നീന്തി ട്രോപ്പിക്കൽ പസഫിക് ഓഷ്യനിലേക്ക് പോകുന്നു. ഐലൻഡ് രാജ്യമായ ടോങ്ക വരെ പോകാറുണ്ട്. അവിടെ മുട്ടകളിടുകയും പിന്നീട് മരിക്കുകയും ചെയ്യുന്നു.
2300-ലധികം കിലോമീറ്റർ താണ്ടിയാണ് അവർ ടോങ്കയിലേക്ക് എത്തുന്നത്. ട്രാൻസ്പെയറൻറ്റും ഇലകളുടെ ഷേപ്പിലുള്ള ലാർവകൾ പസഫിക് സമുദ്രത്തിലൂടെ ന്യൂസിലൻഡിലേക്ക് തിരിച്ചു വരുന്നു. ഗ്ലാസ് പോലെ കാണപ്പെടുന്ന ഈ ഈൽ കുട്ടികൾ പതിയെ ഗ്രേ ബ്രൗൺ കളറിലേക്ക് മാറുന്നു. അവ അരുവികളും പുഴകളിലൂടെയും മുകളിലേക്ക് സഞ്ചരിക്കുന്നു. വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും ഒന്നും അവരെ തടയുന്നില്ല. ഇവയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ അരുവിയിൽ ഫിഷിംഗ് അനുവദിക്കില്ല. ഇവിടെയാണ് സാറ്റർഡേ മാർക്കറ്റിൻ്റെ ഒരു പ്രധാന ഭാഗം. ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് റോഡിലേക്ക് നടന്നു. ബുക്ക് ഷോപ്പുകളെയും റെസ്റ്റോറൻറ്റുകളെയും കഫേയും അങ്ങനെ നിരവധി കടകൾക്ക് മുന്നിലൂടെ നമ്മൾ നടന്നു. അവയുടെയൊക്കെ പുറത്തെ ഇരിപ്പിടങ്ങൾ സംഭാഷണങ്ങളിൽ മുഴുകി. കട്ട്ലറികളുടെ ഞെരുക്കവും മൃദുവായ പിറുപിറുപ്പും പൊട്ടിച്ചിരികളും ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു സിംഫണി സൃഷ്ടിച്ചു. ഇതൊരു ചെറിയ പള്ളിയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ള മറ്റക്കാന മാർക്കറ്റിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണിത്. ഈ പെയിൻറ്റിങ്ങിൽ കാണുന്ന ബിൽഡിംഗ് അതിൻ്റെ പിറകിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് റസ്റ്റിക് പെലിക്കൻ പബ് ആൻഡ് റെസ്റ്റോറൻറ്റ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇവിടെ ഉണരും. ഞങ്ങളൊരു മനോഹരമായ കെട്ടിടം ശ്രദ്ധിച്ചു. ആ ബിൽഡിംഗ് ഒരു ടോയ്ലറ്റാണ്. വാർഫിൻ്റെ കാഴ്ച പ്രദാനം ചെയ്യുന്ന മനോഹരമായ ലൊക്കേഷനിലാണ് ഈ ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. തിരക്കേറിയ പ്രധാന തെരുവ് ഉപേക്ഷിച്ച് വാർഫിനടുത്തേക്ക് നടന്നു നീങ്ങി. അതിനരികിലുള്ള ഒരു ഇടുങ്ങിയ പാതയിലൂടെ അരുവിയെ ഞങ്ങൾ പിന്തുടർന്നു. അങ്ങനെ ഒരു കൊച്ചു വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലെത്തി.
കുറ്റിക്കാടുകൾക്കിടയിലൂടെ നടന്ന് പുറത്തേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ വാർഫും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒരു ബിൽഡിങ്ങുമാണ് കാണുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ നല്ല സമാധാനം തോന്നുന്നു. മാർക്കറ്റ് ഇന്നില്ലായിരുന്നെങ്കിലും മട്ടക്കാന വില്ലേജ് നല്ലൊരു റിലാക്സിങ് ദിവസം നമുക്ക് സമ്മാനിച്ചു. ലോകത്തിൻ്റെ എല്ലാ മൂലകളിലും ഭംഗിയുണ്ട്, നമ്മളത് പലപ്പോഴും കാണാതെ പോകുന്നു. തിരിച്ചു പോകുമ്പോൾ അതാ ഗ്രാമത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു. ഫ്രഞ്ച് കഴിക്കാനും മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടാനും അവരിവിടേക്ക് എത്തുന്നു. ഇനി സന്ധ്യ വരെ ഈ ഏരിയയിൽ നല്ല തിരക്കാവും. ഓക്ലൻഡിലേക്ക് മടങ്ങുന്ന വഴി ഷേക്സ്പിയർ റീജിയണൽ പാർക്കിലും അതിൻ്റെ അടുത്തുള്ള ബീച്ചിലുമൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി. ഈ പാർക്കിന് ഇംഗ്ലീഷ് പോയറ്റായ വില്യം ഷേക്സ്പിയറുമായിട്ട് ബന്ധമൊന്നുമില്ല കേട്ടോ. 1883 ഷേക്സ്പിയർ എന്നൊരാൾ 800 ഹെക്ടർ ലാൻഡ് ഇവിടുന്ന് മേടിച്ചു. അത് നേറ്റീവ്സായ മൗറികളുടെ നിന്നാണ് മേടിച്ചത്. പിന്നീട് വേൾഡ് വാർ II സമയത്ത് ആർമി കുറച്ച് ലാൻഡ് അക്വയർ ചെയ്തു. 1967 ഓക്ലൻഡ് റീജിയണൽ അതോറിറ്റി ഷേക്സ്പിയർ ഫാമിലിയിൽ നിന്നും ഈ ലാൻഡ് മേടിച്ചു. ഷേക്സ്പിയർ ഫാമിലി ഈ ലാൻഡ് ഭംഗിയായി സംരക്ഷിച്ചതുകൊണ്ട് ഇപ്പോൾ അത് നല്ലൊരു റീജിയണൽ പാർക്കായി മാറി. പുറം രാജ്യങ്ങളിൽ പൊതുവെ തങ്ങളുടെ ചുറ്റുപാടുകൾ സംരക്ഷിക്കുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയായി കാണുന്നു. ഇവിടെ നല്ല കുറേ നടപ്പാതകളുണ്ട്. എന്നാൽ സമയക്കുറവുകൊണ്ട് അവിടേക്കൊന്നും നമ്മൾ പോയില്ല. ഇവിടുത്തെ ഫേമസ് ഫ്രെയിം കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. എല്ലാവർക്കും ഈ ഫ്രെയിമിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് നിർബന്ധമാണ്. ഹൗറാക്കി ഗൾഫിൻ്റെ മനോഹരമായ കാഴ്ച ഒരു ഫ്രെയിമിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഐക്കോണിക് സ്പോട്ട്. അവിടെ നിന്ന് ഇറങ്ങിയ ഒരു കൊച്ചു ബീച്ചിലേക്ക് നമ്മൾ നടന്നു. ഓക്ലൻഡിലേക്ക് മടങ്ങുമ്പോൾ നമുക്കൊരു ശാന്തതയും ജീവിതത്തിലെ ലളിതമായ ആനന്ദങ്ങളോട് നന്ദിയും തോന്നി. കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലിവിങ് മല്ലു.